നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നുള്ള സഭാ നേതൃത്വങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അതിശക്തമായ പ്രതികരണങ്ങളാണ്. ഉത്തര കൊറിയയിൽ നടപ്പാക്കേണ്ട നിയമമെന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കരട് മന്ത്രി വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. പിന്നീട് പലതരത്തിൽ വിവിധ പ്രതികരണങ്ങൾ വന്നു. ഇപ്പോൾ മുന്നണിക്കകത്തു നിന്നും സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രതിഷേധം അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു തന്നെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPM, CPI, CPM-ൻ്റെ തന്നെ വിവിധ ഘടകങ്ങൾ ഇടുക്കി ജില്ലയിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്നൊരു ജില്ലയായതുകൊണ്ട് അവിടെ നിന്നും പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം അപ്പുറം CPM-അകത്ത് CPM സംസ്ഥാന നേതൃത്വവും ഇതിൽ ചർച്ച ചെയ്തു. CPM നേതൃത്വവും അത് ആവശ്യപ്പെട്ടത് സർക്കാരിനോട് അത് നടപ്പാക്കരുത് എന്നുള്ളതാണ്. KCBSE ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തി. സഭകളെല്ലാവരും ഒരുമിച്ചാണ് അതിൽ നിന്നിട്ടുള്ളത്. പ്രതിപക്ഷ വിവിധ പാർട്ടികൾ ലീഗ് അടക്കം സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ സഭാ നേതൃത്വം തിരിച്ച് ലീഗ് നേതൃത്വത്തെ പോയി കാണുമ്പോൾ അവരുടെ ഈ വിഷയങ്ങളിലടക്കമുള്ള പിന്തുണയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു പിന്തുണയുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി തന്നെ പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുമിച്ചൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപേയാണ് അതിൽ നിന്ന് ആ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ അതിൽ നിന്ന് പിന്നാക്കാൻ പോകുന്നത്. 2013 UDF കാലത്താണ് ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നതെന്നും അന്നത്തെ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ കരട് ബില്ലിലാണ് തുടക്കമെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അതിന്മേലൊരു മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ലല്ലോ.